ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവരും കണ്ടു കാണും. ഒരു പ്രൊമോ വന്നിരുന്നു. ആ പ്രൊമോയിൽ എല്ലാവരും കണ്ടു കാണും. ആര്യനെ ആണെങ്കിൽ അനുമോളെ അടിക്കാൻ പോകുന്നതും അതിനോടനുബന്ധിച്ച് അവിടെ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറെ ദിവസമായിട്ട് വെളിയിലും അകത്തും എല്ലാം ചർച്ച നടക്കുന്ന കാര്യമാണ്. ആര്യനും ജിസേലും ഒരുമിച്ച് കിടക്കുന്നു. ഇവർ തമ്മിൽ പുതപ്പിനകത്ത് കിടന്നുകൊണ്ട് എന്തൊക്കെയോ കുത്സിത പ്രവർത്തികളിൽ ഏർപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വിഷയം. അത് വെളിയിലും ചർച്ചയായിട്ടുണ്ട്, അകത്തും ചർച്ചയായിട്ടുണ്ട്. അതുപോലെ തന്നെ വൈൽഡ് കാർഡ്സ് അകത്ത് പോയപ്പോൾ വൈൽഡ് കാർഡ്സ് തന്നെയാണ് ഈ വിഷയം കുറച്ചുകൂടെ രൂക്ഷമാക്കാൻ, അല്ലെങ്കിൽ ഇവിടെ വെളിയിൽ നടക്കുന്ന കോൺട്രവേഴ്സി എന്തോ ആണെന്നുള്ളത് അകത്ത് പറയുന്നത് ഈ ജിഷിനും ഈ പറയുന്ന മസ്താനി അതുപോലെ തന്നെ അവിടെ ഉള്ള പോയ വൈൽഡ് കാർഡ്സ് എല്ലാം ഇത് കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതൊരു ചർച്ചയായി ഒരു വഴക്കായി വന്നപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഞാൻ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചപ്പോൾ ഇതിനായിട്ട് വേണ്ടി മാത്രം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നാണ് അനുമോള് പറയുന്നത്. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് അനുമോളോട് കുറച്ചു പേര് കടന്ന് ചാടുന്നുണ്ട്. അതുപോലെ ശൈത്യ അനുമോളുടെ കൂടെ നിന്നതാണ് ആ സമയം വരെ. പല ലൈവിലും നമ്മൾ കണ്ടിട്ടുണ്ട് ശൈത്യ പറയുന്നത് ഞാനും കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ സംസാരിക്കുമ്പോൾ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് അവിടുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അവിടെ കാര്യത്തോട് അടുത്തപ്പോഴത്തേക്ക് ശൈത്യ കാലുമാറി. എന്നുവെച്ചാൽ ശൈത്യ കട്ടപ്പാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അനുമോളെ ചതിക്കുകയാണെന്നുള്ളത്. ചതി ശൈത്യയുടെ ബ്ലഡിൽ ചേർന്നതാണെന്ന് തോന്നുന്നു. ശൈത്യ എല്ലാ കാര്യങ്ങളിലും അനുമോളുടെ കൂടെ നിൽക്കുന്നതായിട്ട് കാണിക്കും, എന്നിട്ട് അനുമോളെ ചതിക്കും, എന്നിട്ട് ലാലേട്ടന്റെ മുന്നിൽ വരുമ്പോഴത്തേക്ക് അഭിനയിക്കും ഒന്നും അറിയാത്തതുപോലെ. അപ്പൊ എന്തായാലും ഇതൊരു വലിയൊരു വിഷയത്തിലേക്ക് വന്നിട്ടുണ്ട്. അനുമോൾ അവിടെ പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് ഇത് കൊള്ളുന്നുണ്ട്. പക്ഷെ പലരും മിണ്ടാതിരിക്കുന്നു. അതിനകത്ത് അക്ബർ മാത്രം കയറിയിട്ട് ജിസേലിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ അവരെ കുറിച്ച് പല ചാനലിലും ഞാൻ കണ്ടിട്ടുണ്ട്. പലരും വന്ന് പറയുന്നുണ്ട് അമ്മാവന്മാരാണ്, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പക്ഷെ വെളിയിലേക്ക് വന്ന ക്ലിപ്പിംഗ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ലൈവും കണ്ടിട്ടുണ്ട്. ലൈവിലും നമുക്ക് കാണുമ്പോൾ നമുക്കും തോന്നും ഇവർ രണ്ടുപേർക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് രണ്ടുപേർക്കും 2 ബ്ലാങ്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് ഒരു ബ്ലാങ്കറ്റിലേക്ക് ചുരുങ്ങുന്നതായിട്ട് പല പ്രാവശ്യവും നമുക്ക് ആ വീഡിയോസ് ഒക്കെ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനകത്ത് എന്താ നടക്കുന്നത് നമ്മൾ കണ്ടില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ കണ്ടതാണ്, അനുമോളുടെ കിറ്റ് തിരക്കി പോയി ബ്ലാങ്കറ്റ് മാറ്റുമ്പോൾ, ആര്യനോട് ചോദിക്കാൻ വേണ്ടി ബ്ലാങ്കറ്റ് മാറ്റുമ്പോൾ അവിടെ എന്താണ് നടന്നതെന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും അത് പറയണ്ടല്ലോ. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് ഡൗട്ട് അടിച്ചത്. അതിനുശേഷം പലരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരമൊക്കെ ഇവരെ ലൈവ് കിടക്കുന്നതൊക്കെ ലൈവ് കാണിക്കത്തുള്ളൂ. ബിഗ് ബോസും ലൈവ് കാണിക്കുന്നുള്ളൂ. അടുത്തൊക്കെ കൊണ്ടുപോയി ക്യാമറ അടുത്തൊന്നും അങ്ങനെ കൊണ്ടുപോയി കാണിക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യമെന്ന് അവിടെ ഇരിക്കുന്നവർക്കേ അറിയത്തുള്ളൂ കൂടുതലും. പിന്നെ വെളിയിൽ നമ്മളെപ്പോലുള്ളവർ കാണുന്നവർക്ക് തീർച്ചയായിട്ടും 2 ഭാഗങ്ങൾ ഉണ്ടാകാം, ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. പക്ഷെ ഈ പറയുന്ന അനുമോളെ ചുറ്റിനും നിന്ന് ഇവരെല്ലാവരും ഒരു 4 ആഴ്ചയോളം ചുറ്റിനും നടന്ന് ആക്രമിച്ച് കരയിച്ച് ഒരു പരുവത്തിലാക്കി ഒക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അനുമോള് പറയുന്നതൊന്നും അവിടെ ശരിയല്ല, അനുമോള് തെറ്റാണ് പറയുന്നത്, ആര്യന്റെ പുറകിൽ അനുമോള് നടക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു വിഷയം അവിടെ വന്നു. അതെല്ലാം അനുമോള് കേട്ടു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആര്യന്റെ പുറകിൽ അനുമോള് നടക്കുന്നു, അനുമോള് ലവ് ട്രാക്ക് പിടിക്കാൻ പോവുകയാണ് എന്നാൽ ആര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകിൽ അനുമോള് നടക്കുന്നു എന്നൊക്കെ. പക്ഷെ ഇതൊന്നും അവിടെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഈ വീക്കെൻഡിൽ വരുന്ന മോഹൻലാൽ പോലും ഇതൊന്നും ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നൊന്നും മോഹൻലാൽ പോലും ചോദ്യം ചെയ്തിട്ടില്ല. മോഹൻലാൽ വരുമ്പോഴത്തേക്ക് അവിടെ ജിസേല് പറയും എനിക്ക് നെഞ്ചി കൊണ്ടു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയും കൊണ്ടോ, നിനക്ക് കൊണ്ടോ, അയ്യോ സങ്കടം വന്നു. ലാലേട്ടന് ഒരു പ്രത്യേക താല്പര്യമുള്ള പോലൊക്കെ നമുക്ക് തോന്നും ഇതൊക്കെ കാണുമ്പോൾ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ബിഗ് ബോസ് തന്നെ പറയണം. സത്യം പറഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പം നേരിൽ കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ കിസ് ചെയ്യുന്നത് നേരിൽ കണ്ടു എന്ന് അനുമോള് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും നടന്നിരിക്കാം. പക്ഷേ ഇത് വിശ്വസിക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അകത്ത് അനുമോളെ അങ്ങനെ ഇവരൊരു ഫേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കാം. അതുപോലെ അനുമോള് പറയുന്നുണ്ട്, ഇവിടെ വലിയ വലിയ വിഷയങ്ങൾ വന്നിട്ട് പോലും ഞാനിതൊന്നും പറയാറില്ല, ഞാൻ പറയാൻ പല പ്രാവശ്യം ഓങ്ങിയതാണ്, എന്നിട്ട് പോലും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അനുമോള് എവിടെ പോയാലും നടക്കുമ്പോൾ വന്ന് തട്ടുക, അനുമോളെ എത്രമാത്രം ദ്രോഹിക്കാമോ അത്രമാത്രം ഈ ആര്യം ദ്രോഹിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത്. നമ്മൾ കണ്ടിടത്തോളം, ഇനി കാണാതിന് എത്രമാത്രം ദ്രോഹിച്ചതെന്ന് നമുക്കറിയത്തില്ല. അപ്പം അങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു അവസരം വന്നപ്പോൾ അനുമോൾ കണ്ട കാര്യം അവിടെ പറഞ്ഞു. അതിനും 2 ഭാഗം ഉണ്ടാവുമല്ലോ, എല്ലാത്തിനും ഓരോ 2 ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ ന്യായീകരിക്കാൻ. പക്ഷേ അവിടെ അപ്പാനി ചേർത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ആ സമയത്ത്. അപ്പാനിയെ നമ്മൾ ഗെയിമൊന്നും അറിയാതെ ചുമ്മാ അവിടെ കറങ്ങി നടക്കുന്നത് നമുക്കറിയാം. ആരുടെ കൂടെ വേണേലും നിൽക്കും. 1 മണിക്കൂർ ഇങ്ങോട്ട് നിന്നാൽ 1 മണിക്കൂർ വേറെ സൈഡിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ആ ഇഷ്യൂ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ
അപ്പാനി പറയുന്നുണ്ടായിരുന്നു വെളിയിൽ നിന്ന് വന്നവർ ഇങ്ങനെ പറയുന്നു, അകത്തുള്ളവർ ഇങ്ങനെ പറയുന്നു. അപ്പൊ എന്തെങ്കിലും ഒന്ന് കാണാതെ ആരെങ്കിലും പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പാനി ശരത്തിനും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടായിരിക്കാം ഇങ്ങനെ പറയുന്നതെന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ വിചാരിച്ചു നവീൻ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് വരുമെന്നാണ് വിചാരിച്ച ജിസേലിനെ ആര്യനെ. പക്ഷെ നവീനും അവിടെ ന്യൂട്രൽ പിടിക്കുന്ന പോലെ നമുക്ക് തോന്നി. അങ്ങനെ പലരും അവിടെ ന്യൂട്രൽ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഈ പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. ഈ ലവ് ട്രാക്ക് പിടിക്കുന്ന കാര്യം അവിടെ സംസാരിക്കുന്നുണ്ട്. ആരാണ് ഇത് പറഞ്ഞതെന്നുള്ളത്. ഈ ആര്യന് പുറകിൽ അനുമോൾ നടക്കുന്നു, അനുമോൾ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് അവിടെ ആരാണ് സംസാരിച്ചതെന്ന് അവിടെ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. സംസാരിച്ചതെന്നുള്ളത് പുറത്തു വന്നു. ഇത് ആരാണ് അവിടെ ഇതിന് തുടക്കം കുറിച്ചതെന്നുള്ളത്. അവിടെ ആ ബിഗ് ബോസ് ഹൗസ് മൊത്തവും ഇത് പറഞ്ഞു പരത്തിയായിരുന്നു. അതുപോലെ വെളിയിലേക്കും അറിയിച്ചായിരുന്നു അനുമോളാണ് ഇങ്ങനെ ലവ് ട്രാക്ക് പിടിക്കാൻ നടക്കുന്നത്. അനുമോൾ പലവട്ടം അത് നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ എന്നേക്കാൾ വയസ്സ് മൂത്ത, ഞാൻ അവനേക്കാൾ 6-7 വയസ്സ് മൂത്ത ആളാണ്, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നത് കേൾക്കാം, അതിനെന്താ പ്രായം നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. പക്ഷെ അനുമോള് ഒരിക്കലും അങ്ങോട്ട് ലവ് ട്രാക്ക് പിടിക്കാൻ പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവിടെ ഇതിന് തുടക്കം കുറിച്ചത് ആരാണെന്ന് ബിന്നിയായിരുന്നു. അത് ബിന്നിയാണെന്നുള്ളത് ഇന്ന് പുറത്തു വന്നു. ഇന്നെല്ലാവരും അവിടുന്ന് സംസാരിക്കുമ്പോൾ അത് ചോദ്യം വന്നപ്പോഴ് ബിന്നിയാണ് അത് പറഞ്ഞത് എന്നവിടെ പറയുന്നുണ്ട്. ഈ ബിന്നി കുത്തിത്തിരിപ്പിന്റെ ആശാട്ടിയാണല്ലോ. നുണ പറയാനും അവിടെ ഉള്ളത് ഇവിടെയും ഇവിടെ ഉള്ളത് അവിടെയും എല്ലാം പറഞ്ഞ് അത് പറയുന്നത് തന്നെ വല്ലാത്ത രീതിയിലാണ് പറയുന്നത്. മസ്ക എന്നൊക്കെയാ പറയുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ കുറെ സമയം എടുക്കും. ഈ ആര്യനെ പോലെയാണ് ബിന്നി. ഈ ബിന്നി സംസാരിക്കുന്നത് തന്നെ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ബിന്നിയാണ് അവിടെ ഇത് പറയുന്നത്, ഇങ്ങനെ ലവ് ട്രാക്ക് പിടിക്കുക. അത് എന്താ കാരണം, നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് ഇവർ തമ്മിൽ കണ്ണി നോക്കിക്കൊണ്ടിരുന്നത്. കണ്ണി നോക്കിക്കൊണ്ടിരുന്ന ലവ് ട്രാക്ക് പിടിക്കാനാണോ? അപ്പൊ ബിന്നിയുടെ നോട്ടത്തിൽ ഈ കണ്ണി നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ലവ് ട്രാക്ക് പിടിക്കാനുള്ളതാണ് എന്നാണ്. അപ്പൊ അവിടെ ഇനി ആരും കണ്ണി നോക്കാതിരിക്കുക ഈ ബിന്നി ഉള്ളിടത്തോളം. അല്ലെങ്കിൽ ബിന്നി ഇനി അവരെയും കുറിച്ചും ഇതൊക്കെ തന്നെ പറയാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്തായാലും അവിടെ ഇപ്പൊ നല്ല രീതിയിൽ ഈ ഒരു വിഷയം വെളിയിലും അകത്തും എല്ലാം ചർച്ചയായിട്ടുണ്ട്. ആര്യന്റെയും ജിസേലിന്റെയും കാര്യം പറയുവാണെങ്കിൽ നമുക്കിത് തള്ളിക്കളയാൻ കഴിയില്ല. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും ഈ ജിസേല് അതിൽ കൂടുതൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല ഈ കാര്യത്തില്. അതുപോലെ തന്നെ ആര്യൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അവനാണെങ്കിൽ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ വന്നായിരുന്നു. ആ സമയത്താണ് അനുമോളെ അടിക്കാനൊക്കെ പോകുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം അകത്തിരുന്ന് കൊണ്ട് ഈ വൈൽഡ് കാർഡായിട്ട് വന്നവർ അകത്തിരുന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴേ നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുമെന്ന്. അത് ശരിയാണ്. അവിടെ ആര്യൻ ഇരിക്കുന്ന ഇരിപ്പൊക്കെ ആ സമയത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും അനുമോള് കിസ് ചെയ്യുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ചോദിക്കുന്നവർക്ക് ചോദിക്കാം, അവർ കിസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം, അത് കിസ് ചെയ്യുന്നത് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാം. ഇതൊരു ഹിന്ദി ബിഗ് ബോസ് ഒന്നും അല്ലല്ലോ, ഇതൊരു മലയാളം ബിഗ് ബോസ് അല്ലേ. മലയാളികളെ ഹിന്ദിക്കാരുമായിട്ടും നോർത്ത് ഇന്ത്യക്കാരുമായിട്ടൊന്നും ആരും കൂട്ടേണ്ട ആവശ്യമില്ല, ആരും കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ പലരും സദാചാരം പറഞ്ഞു വരുമ്പോഴത്തേക്ക് പലരും പറയും, ഓ ഇതൊക്കെ വലിയ കാര്യമാണോ, ഇതൊക്കെ ഹിന്ദിയിലൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നതാണ്. മലയാളത്തിൽ അങ്ങനെ ഹിന്ദിയിലൊക്കെ നടക്കുന്നത് പോലൊക്കെ മലയാളത്തിൽ നടത്താൻ തുടങ്ങിയാൽ ബിഗ് ബോസ് മലയാളത്തിൽ മിക്കവാറും നിർത്തേണ്ടി വരും. എന്നുവെച്ചാൽ ഞാൻ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കുറച്ചൊക്കെ കാണുന്ന ആളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഹിന്ദി ബിഗ് ബോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഹിന്ദി ബിഗ് ബോസിനെ വെച്ച് താരതമ്യപ്പെടുത്തുന്നു. അങ്ങനെ താരതമ്യപ്പെടുത്തുന്നവർ എന്തുകൊണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന ലാലേട്ടൻ ഹിന്ദി ബിഗ് ബോസിൽ സംസാരിക്കുന്നത് സൽമാൻ ഖാൻ ഹിന്ദി ബിഗ് ബോസിൽ ചെയ്യുന്നതും തമ്മിൽ താരതമ്യം ചെയ്യാത്തത്? അപ്പം അത് മലയാളവും ഹിന്ദിയും ആകും. അല്ലാതെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഹിന്ദി ബിഗ് ബോസിനെ എടുത്ത് മുന്നോട്ടങ്ങ് വയ്ക്കും. എന്തായാലും അവിടെ വിഷയം നല്ലപോലെ കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൊമോയുടെ താഴെ കുറച്ച് കമന്റ് വന്നിട്ടുണ്ട്. ആ കമന്റ് നമുക്കൊന്ന് നോക്കാം, എന്തൊക്കെയാ ആർക്ക് അനുകൂലമായിട്ടാണ് എന്താണ് പറയുന്നത്. അനുമോളെയും ആര്യനെയും വെച്ച് ഈ ലവ് ട്രാക്ക് ഉണ്ടെന്ന് ഇല്ലാത്ത കാര്യം പറയുന്നത് കുഴപ്പമില്ലേ, ഉള്ള കാര്യം പറഞ്ഞപ്പോൾ ഇതേ ഭൂകമ്പം. എന്ന് വെച്ചാൽ അനുമോളെയും ആര്യനെയും വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലവ് ട്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഈ ബിഗ് ബോസ് ഹൗസ് മൊത്തവും പറഞ്ഞുണ്ടാക്കി കിടന്നു. അതിന്റെ ഞാൻ പറഞ്ഞല്ലോ, അത് പറഞ്ഞു വരുത്തിയത് ഈ ബിന്നിയാണ് അവിടെ അതിന് തിരി കൊളുത്തി വിട്ടത്. അപ്പം അതൊക്കെ അവിടെ കിടന്ന് ഒരുപാട് ദിവസം ചർച്ച ചെയ്തതാണ്, നമ്മൾ കണ്ടതുമാണ്, നമ്മൾ വെളിയിലും കണ്ടതാണ്. പക്ഷെ നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ട്രാക്കിലേക്ക് അനുമോള് പോകുന്നതായിട്ട്. അങ്ങനെ ആര്യൻ അത് ചെയ്യുന്നുണ്ടായിരുന്നു 100%. ആര്യൻ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അത് ആര്യന്റെ സ്ട്രാറ്റജി ആയിരിക്കാം, ആര്യന്റെ ഗെയിം ആയിരിക്കാം ചിലപ്പോൾ. അത് എന്താണെങ്കിലും ആര്യനാണ് കൂടുതലും ശല്യം ചെയ്യാൻ പോയിട്ടുള്ളത്. പിന്നെ ഒരാൾ ഇതിട്ടുണ്ട്, വൈൽഡ് കാർഡ്സ് സദാചാര ടീംസ് ആണെന്ന്. എന്തുവാടെ ഈ പറയുന്നവരെല്ലാം സദാചാര ടീംസ് ആക്കുവാണല്ലോ എല്ലാരും. കാര്യം കണ്ടു കഴിഞ്ഞാൽ പറയും, അവർക്ക് ഫീൽ ചെയ്തത് അവർ പറയും. അതിന് അവരെ 80s കിഡ്സ് അല്ലെങ്കിൽ 90s കിഡ്സ് സദാചാരം ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ എന്ത് തോന്നിയാസവും കാണിക്കാം, എന്നിട്ട് അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ സദാചാരം അല്ലേ. കൊള്ളാം നിങ്ങളുടെയൊക്കെ മൈൻഡ്.
ഇത് ഗെയിമാണ്. ഇതിൽ പല രീതിയിൽ പ്രൊവോക്ക് ചെയ്യും. അത് സർവൈവ് ചെയ്ത് വേണം പോകണം. അത് സർവൈവ് ചെയ്ത് പോകണം. അനുമോൾ പൊളിയാണ്. ഇത്രയും സ്ട്രോങ് ആണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അത് ലാലേട്ടനും പറഞ്ഞൊരു കാര്യമാണ്. ഇതൊരു ഗെയിമാണ്. അനുമോളോട് പറഞ്ഞല്ലോ. അനുമോളെ എല്ലാരും 15 പേരും കൂടെ ചേർന്ന് അനുമോളെ ഇങ്ങനെ കോർണർ ചെയ്യുന്ന അനുമോള് പറഞ്ഞല്ലോ, ഇതൊരു ഗെയിമല്ലേ അനുമോള്. നമ്മളെ അങ്ങനെയാണ് പലരും നമ്മളെ പല രീതിയിൽ പ്രൊവോക്ക് ചെയ്യും. പ്രൊവോക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിലൊക്കെ പിടിച്ചു നിൽക്കണം. അത്രേ ഉള്ളൂ. സത്യമാണ്. അത്രേ ഉള്ളു കാര്യം. അനുമോള് പ്രൊവോക്ക് ചെയ്തു, അവരതിൽ വീണു. അവരാണ് പിടിച്ചു നിൽക്കണമായിരുന്നു. പക്ഷെ ലാലേട്ടൻ ഇതല്ലായിരിക്കും വീക്കെൻഡിൽ വന്ന് പറയാൻ പോകുന്നത്. ഈ വട്ടവും അനുമോളുടെ ദേഹത്ത് തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ മൊത്തം അനുമോളുടെ ദേഹത്തോട്ടങ്ങ് വെക്കും. എന്നിട്ട് ജിസേലിനോട് പറയും, ജിസേൽ വീട്ടിൽ നിന്ന് പുതിയ പെട്ടി വന്നിട്ടുണ്ടേ, കൊടുത്തു വിടാം, അനുമോളെ കൊടുക്കട്ടെ എന്ന് ചോദിക്കും. നമുക്കറിയാലോ ഇതൊക്കെ നടക്കത്തുള്ളൂ. ഇവിടെ വന്ന ആരും അനുവിനെ തെറി വിളിക്കേണ്ട. ലൈവ് കണ്ടവർക്കറിയാം സത്യം. അനു പറഞ്ഞത് ശരിയാണ്. അതാണ്, ഈ ലൈവ് കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ലൈവ് 24/7 കാണുന്നവർക്ക് ഇത് കൃത്യമായിട്ട് ഇത് ഫീൽ ചെയ്യും. ഇവർ തമ്മിലുള്ള ആ ഒരു പുതപ്പുക്കുള്ള പോരാട്ടം അതെന്താണെന്നുള്ളത്. പക്ഷെ അതിന് കൃത്യമായൊരു തെളിവ് വേണമെങ്കിൽ ക്യാമറ കൊണ്ടിനി ഇതിനകത്തോട്ട് വെക്കണം. ഈ പുതപ്പിന്റെ അകത്തോട്ട് വെക്കണം. എന്തായാലും അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ എന്തായാലും ഇത് കാണുന്നവർക്ക് വെളിയിലും ഒരുപാട് പേർക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു. ഇതിനു മുമ്പ്, ഈ പ്രശ്നത്തിന് മുമ്പും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇത് പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസും ഒക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇറങ്ങി ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അകത്തുള്ളവരും ഇത് പറയുന്നു, വെളിയിലുള്ളവരും ഇത് പറയുമ്പോൾ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാകും. മസ്താനി പറഞ്ഞപ്പോൾ ആര്യന് കുഴപ്പമില്ലായിരുന്നു. അനു പറഞ്ഞപ്പോൾ എന്തൊരു ദേഷ്യം. അത് തന്നെ, മസ്താനിയാണ് ഇത് അവിടെ ആദ്യമേ തുടക്കം ഇട്ടത്. അതിനെ ജഷീനൊക്കെ ഏറ്റുപിടിക്കുകയും ചെയ്തു. മസ്താനി പറഞ്ഞു, നീയൊക്കെ പുതപ്പിനകത്ത് കാണിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ഇതെല്ലാം കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന്. പക്ഷെ അപ്പോൾ ആര്യൻ ഒന്നും മിണ്ടിയില്ല. പക്ഷെ അനുമോൾ ഇത് എടുത്തിട്ടപ്പോഴത്തേക്ക് അനുമോളുടെ ദേഹത്ത് എന്താ പറയുക, അനുമോൾ ചെണ്ടയാണോ പോകുന്നവരും വരുന്നവർക്കെല്ലാം കൊട്ടിയിട്ട് പോകാൻ? അനുമോൾ പറഞ്ഞാൽ മാത്രം പ്രശ്നം. അത് പ്രൊവോക്കിംഗ് ഗെയിം അല്ല, അതൊരു ഗെയിമേ അല്ല, അത് ഒരാളുടെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുന്നു, എന്തൊക്കെയാ ഡയലോഗ്. പക്ഷെ തിരിച്ച് അനുമോളുടെ നെഞ്ചത്തോട്ടാണെങ്കിൽ എല്ലാരും പറയും, ഈ അനുമോൾ ചെയ്തതാണ് തെറ്റ്, അനുമോൾ ചെയ്തതാണ് തെറ്റെന്ന് പറയും. എന്തോന്നടേ ഇത്? ഈ പറഞ്ഞത് ശരിയാണ്. മസ്താനി പറഞ്ഞപ്പോൾ മിണ്ടിയില്ല, അനുമോൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും കുരു പൊട്ടി. ഒരാളെങ്കിലും പറഞ്ഞല്ലോ ലൈവ് കണ്ടവർക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് കമന്റ് വരുന്നുണ്ട്. ഞാൻ ഈ വായിക്കുന്ന കമന്റിനൊക്കെ 600, 700, 1000, 2000 ലൈക്ക്, 1000-ന് മേളിൽ ലൈക്ക് കിട്ടിയ കമന്റുകൾ വരെ ഉണ്ട് കേട്ടോ. ഞാൻ ആ ലൈക്ക് ഒന്നും എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അനുമോൾ പറഞ്ഞത് 100% ശരിയാണെന്ന് പറയുന്നുണ്ട്. അതിന് 1.1K ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ലൈവ് കണ്ടവർക്കറിയാം അനു എന്താണ് പറയുന്നതെന്ന്. അനു ആര്യന്റെ പുറകെ ലവ് ട്രാക്ക് പിടിച്ച് നടക്കുകയാണെന്ന് കുന്നംകുളം കപൂർ തന്നെ പറയുമ്പോൾ അവർ ഈ വിഷയം എടുത്തിട്ടതിൽ ഒരു തെറ്റുമില്ല. അതന്നെയാണ് ഞാൻ ആദ്യവും പറഞ്ഞത്. കുന്നംകുളം കപൂർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്റെ പുറകിൽ നടക്കുകയായിരുന്നു അനുമോൾ, എന്റെ പിന്നാലെയാണ്, എന്നെ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനുമോളെ അത്രമാത്രം അവിടെ നാണം കെടുത്തിയിട്ടുണ്ട്. അപ്പം അനുമോൾ ഈ പറഞ്ഞതിലൊന്നും അനുമോൾ ഈ പറഞ്ഞത് വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു ട്രിഗർ ചെയ്തൊരു ഗെയിമാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. പക്ഷേ ബിഗ് ബോസും ഇനി ലാലേട്ടം വരുമ്പോഴത്തേക്ക് ശനിയാഴ്ച നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്താ നടക്കാൻ പോകുന്നതെന്ന്. എന്നിട്ട് ജിസേലിനെ ഒന്ന് സൂചിപ്പിച്ച്, ആര്യനെ ഒന്ന് സൂചിപ്പിച്ച്, മോനി ജ്യൂസ് വേണോ എന്ന് വേണമെങ്കിലും ചോദിക്കും. ജിസേൽ, ആര്യൻ അഭിഹിതം ലൈവ് കണ്ടവർക്ക് കലങ്ങും. മനഃപൂർവ്വമാണെങ്കിൽ അനുമോൾക്ക് കണ്ട അന്ന് പറയാമായിരുന്നു, ഇത് ആര്യൻ ചോദിച്ചു വാങ്ങിയതാ. അനുമോൾ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അനുമോൾക്ക് ഇത് അന്ന് തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ അവരൊരു വിഷയമാക്കിയിട്ട് മാറ്റാമായിരുന്നു. പക്ഷെ അനുമോൾ അത് ചെയ്തില്ല. ഇപ്പൊ അതൊരു വിഷയമായിട്ട് വന്ന് അനുമോളിന് നേരെ പിന്നെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ അനുമോൾ എടുത്ത് പ്രയോഗിച്ചു. അത്രേ ഉള്ളൂ. അതുപോലെ ലൈവ് കണ്ടവർക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് അഭിഹിതമൊക്കെ. എന്തായാലും ലൈവ് കണ്ടവർക്ക് പലർക്കും പല അഭിപ്രായമാണല്ലോ. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഇതിനെ ഈ പറയുന്ന ജിസയിലും ആര്യൻ തമ്മിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അനുവിനെ ടോർച്ചർ ചെയ്ത് മെന്റലി വേദനിപ്പിച്ച് ഗെയിം കളിക്കുമ്പോൾ ഓർത്തില്ലേ തിരിച്ചും എപ്പോഴെങ്കിലും വേദനിക്കുന്ന ഗെയിം വരുമെന്ന്, തിരിച്ചടി. അത് തന്നെ. ഇത് കുഴപ്പമില്ല. ബിഗ് ബോസിനോ ലാലേട്ടനൊന്നും ഇത് പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറയുന്ന അനുമോളെ അത്രമാത്രം നമ്മളെല്ലാരും കണ്ടതാണ്. 4 ആഴ്ചയുടെ മേളിൽ ഇവരെല്ലാരും കൂടെ ചേർന്ന് കൂട്ടമായിട്ട് ആക്രമിച്ച് ഒരു പരുവത്തിലാക്കി വെച്ചിരുന്നു. ഒരുപാട് പേര് അതിനെതിരെ എല്ലാം പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ആഴ്ച എന്താണ് സംഭവിച്ചത്? ലാലേട്ടൻ വന്ന് അനുമോളെ തന്നെ എടുത്തിട്ട് അലക്കി, എന്നിട്ട് ജിസേലിനെ ഒന്ന് തഴുകി വിട്ടു. അതുപോലെ ആര്യനെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വെച്ചിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞു, നീ എന്നെ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അത് ആര്യന് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ലാലേട്ടൻ പറയേണ്ട രീതിയിലുമല്ല അത് പറഞ്ഞത്. ലാലേട്ടൻ എന്തോ അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു, ചുമ്മാ വന്ന് അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോയി എന്നുള്ളതേ ഉള്ളായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇവർക്ക് വളമാണ്. അതുപോലെ തന്നെ ബുള്ളിംഗ് ഗ്യാങ് കളിക്കുന്ന ഗെയിമുകളൊക്കെ നല്ല ഗെയിമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് പോയി. ബുള്ളിംഗ് ഗ്യാങ് വിചാരിച്ചു, ഗ്യാങ് ഒക്കെ വിചാരിച്ചു ഞങ്ങൾ കളിക്കുന്നതാണ് ഗെയിം,
അപ്പൊ അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് ഈ വൈൽഡ് കാർഡ് കയറി വന്നപ്പോഴത്തേക്ക് ഏകദേശം വെളിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ അറിഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ ഒതുങ്ങി നിൽക്കുന്നു ഒന്നേ ഉള്ളൂ. ഈ വൈൽഡ് കാർഡ് അകത്ത് പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അതേ അവസ്ഥ തന്നെ ആയേനെ ഈ പറഞ്ഞ അനുമോൾക്ക്. ലാലേട്ടൻ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എടുത്ത് കളയുന്നത് പോലൊക്കെ നമ്മൾ തോന്നിയിട്ടുണ്ട്. അനുമോളെ എടുത്ത് ഏറിലിട്ട് അമ്മാനമാട്ടുമായിരിക്കാം. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും എപ്പിസോഡുകൾ, വീക്കെൻഡ് എപ്പിസോഡുകൾ നമ്മൾ കണ്ടതിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ജിസൈലിനെ എന്തെങ്കിലും പറഞ്ഞതായിട്ട്? ജിസൈൽ ചെയ്യുന്ന ആ മേക്കപ്പ് സാധനങ്ങളൊക്കെ ജിസൈൽ ഉപയോഗിക്കുമ്പോഴും ഒരു ചെറിയ താക്കീതെന്നല്ലാതെ എന്തെങ്കിലും വലിയ താക്കീത് കൊടുത്തായിരുന്നോ? ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും എന്തൊക്കെ താക്കീത് കൊടുത്തേനെ. അതുപോലെ ജിസേൽ ചെയ്യുന്ന പല പ്രവൃത്തികളും അവിടെ ന്യായീകരിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. ഈ എന്താണ് ഉദ്ദേശം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും അരി ആഹാരമാണല്ലോ കഴിക്കുന്നത്. അപ്പൊ പറയേണ്ടത് നമ്മൾ പറയണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. എന്തായാലും ഈ കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.